നമസ്കാരം. എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേനാ താവളത്തിൽ ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. ലെബനനിലെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹെസ്ബുള്ളയാണ് ഡ്രോൺ വിക്ഷേപിച്ചതെന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് താവളത്തിൽ ഭാഗിക ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ രാവിലെ 2 ഡ്രോണുകൾ സൈപ്രസ് അധികൃതർ തടഞ്ഞതായി സർക്കാർ വക്താവ് അറിയിച്ചു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പരിശോധന നടത്തിവരികയാണെന്നും അറിയിച്ചു. സംഭവത്തെ തുടർന്ന് റാഫ് അഗ്രോട്ടറി പരിസര പ്രദേശവാസികളോട് വീടുകളിൽ തന്നെ തുടരുവാൻ സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പരിമിതമായ നാശനഷ്ടം മാത്രമാണ് ഉണ്ടായതെന്നും അധികൃതർ വ്യക്തമാക്കി. ബ്രിട്ടീഷ് സൈനികരുടെ കുടുംബാംഗങ്ങളെ സുരക്ഷാ കാരണങ്ങളാൽ താൽക്കാലികമായി താവളത്തിൽ നിന്ന് മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്കയ്ക്ക് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കുവാൻ അനുമതി നൽകുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. മധ്യപൂർവേഷ്യയിൽ സംഘർഷം ശക്തമാകുന്നതിനിടെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് സൈബർ സുരക്ഷാ മുന്നറിയിപ്പ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ മധ്യപൂർവേഷ്യയിൽ സാന്നിധ്യമുള്ള ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ സൈബർ ഭീഷണികൾക്കെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ബ്രിട്ടന്റെ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ മധ്യപൂർവേഷ്യയിൽ ഓഫീസുകളോ വിതരണ ശൃംഖലകളോ ഉള്ള സ്ഥാപനങ്ങൾക്ക് സൈബർ ആക്രമണ സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നു. ഇറാൻ ബന്ധമുള്ള സൈബർ ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്ന് NCSC ചൂണ്ടിക്കാട്ടി. മധ്യപൂർവേഷ്യയിലെ സംഭവ വികാസങ്ങൾ അതിവേഗം മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആ പ്രദേശത്ത് ആസ്തികളോ വിതരണ ശൃംഖലയോ ഉള്ള എല്ലാ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും സൈബർ ഭീഷണികൾക്കെതിരെ ഉടൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് NCSCയുടെ ദേശീയ പ്രതിരോധ വിഭാഗം ഡയറക്ടർ ജൊനാഥൻ എൽസൺ വ്യക്തമാക്കി. വിമാനത്താവളങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നൽകിയിരുന്ന വാർ റിസ്ക് കവർ ഇൻഷുറൻസ് കമ്പനികൾ റദ്ദാക്കി. ഇതോടെ അന്താരാഷ്ട്ര ഷിപ്പിംഗിൽ വലിയ ആശങ്കയാണ് ഉയർന്നത്. നോർവേ ആസ്ഥാനമായ ഗാർഡ്സ്കാൽ, ബ്രിട്ടനിലെ നോർത്ത് സ്റ്റാൻഡേർഡ്, ലണ്ടൻ PNI ക്ലബ്, ന്യൂയോർക്ക് ആസ്ഥാനമായ അമേരിക്കൻ ക്ലബ് തുടങ്ങിയ പ്രമുഖ മ്യൂച്വൽ സമുദ്ര ഇൻഷുറൻസ് കമ്പനികൾ ഗൾഫ് മേഖലയിൽ യുദ്ധഭീഷണി പരിരക്ഷ മാർച്ച് 5 മുതൽ റദ്ദാക്കുന്നതായി അറിയിച്ചു. യുദ്ധം, ഭീകരവാദം, കടൽക്കൊള്ള എന്നിവ മൂലമുള്ള നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടുന്ന വാർ റിസ്ക് കവർ ഇനി ഇറാനിയൻ ജലപരിധിയിലും ഗൾഫിലും ബാധകമല്ലെന്ന് കമ്പനികൾ വ്യക്തമാക്കി. ഹോർമോസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും എണ്ണ, ലിക്വിഡ് ഫൈൻ നാച്ചുറൽ ഗ്യാസ് ടാങ്കറുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 150 കപ്പലുകളാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ 3 ടാങ്കറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുമുണ്ട്. ലോകത്തിലെ ഏകദേശം 20% എണ്ണയും 20% കടൽ മാർഗ ഗ്യാസ് കയറ്റുമതി കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് പ്രായോഗികമായി അടച്ചുപൂട്ടിയ നിലയിലാണ്. ആക്രമണങ്ങളിലൂടെ ഭരണമാറ്റം കൊണ്ടുവരുന്ന തീരുമാനത്തോട് യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണങ്ങളെ തുടർന്ന് പാർലമെന്റിൽ തന്റെ നിലപാട് വിശദീകരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിലപാടുമായി ഭിന്നതയുള്ളതായാണ് വ്യക്തമാക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ US-ന് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കുവാൻ അനുമതി നിഷേധിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച US-ഉം ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. ഇതോടെ മധ്യപൂർവേഷ്യയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൌരന്മാർക്ക് ഭീഷണി ഉയർന്നുവെന്ന് സ്റ്റാമർ പറഞ്ഞു. ഇതിനിടയിൽ സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന താവളമായ റാഫ് അഗ്രോട്ടറി ഡ്രോൺ ആക്രമണത്തിനിരയായതും അദ്ദേഹം പരാമർശിച്ചു. അത് US ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്ന താവളമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിലെ സംഘർഷം വ്യാപിച്ചതോടെ ആഗോള എണ്ണവാതക വിലകൾ കുത്തിനെ ഉയർന്നത് ബ്രിട്ടന്റെ പണപ്പെരുപ്പ നിയന്ത്രണ പദ്ധതിക്ക് തിരിച്ചടിയാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പുറത്തിറക്കുന്ന പുതിയ കണക്ക് പ്രകാരം പൊതുധനകാര്യ സ്ഥിതി മെച്ചപ്പെടുന്ന ദിശയിലാണ് എന്നാണ്. എന്നാൽ നവംബർ ബജറ്റിൽ നിശ്ചയിച്ചിരുന്ന 22 ബില്യൺ പൌണ്ട് സാമ്പത്തിക സുരക്ഷാ വിഹിതത്തിൽ വലിയ മാറ്റമില്ലെന്നാണ് സൂചന. എന്നാൽ തിങ്കളാഴ്ച എണ്ണയും വാതക വിലയും കുത്തിനെ ഉയർന്ന സാഹചര്യത്തിൽ ഈ പ്രവചനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യൂറോപ്യൻ ഗ്യാസ് വില 40% ഉയർന്നപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 6% വർദ്ധിച്ചു. ഗൾഫ് പ്രതിസന്ധി നീണ്ടു നിൽക്കുകയാണെങ്കിൽ പണപ്പെരുപ്പ സാധ്യത ഉയരും. ജീവിത ചെലവിലെ സമ്മർദ്ദം കൂടുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സംഘർഷം തുടരുകയാണെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക പുനരുജ്ജീവന പദ്ധതികൾക്ക് വലിയ വെല്ലുവിളിയായേക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.
പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചതോടെ 27 ഇന്ത്യൻ കപ്പലുകൾ കടലിൽ കുടുങ്ങി. ഏകദേശം 10,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളുമായി പോയ കപ്പലുകളാണിത്. ഹോർമൂസ് കടലിലേക്ക് കടന്നാൽ തീയിടുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിനാൽ തന്നെ മുന്നോട്ട് പോകാനാവാതെ നടുക്കടലിൽ കിടക്കുകയാണ് കപ്പലുകൾ. അടിയന്തര സാഹചര്യം പരിഹരിക്കുവാൻ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ കപ്പലുടമകളുടെ സംഘടനയായ ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേസിൽ 3ാം പ്രതിയാണ് വാസു. കമ്മീഷണറായിരുന്ന കാലയളവിൽ ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിടപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്നാണ് ആരോപണം. ഭക്തിയുടെ നിറവിൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാല. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ ഭക്തലക്ഷങ്ങളാണ് തലസ്ഥാനത്ത് എത്തിച്ചേർന്നത്. രാവിലെ 9:45 അടുപ്പുവെട്ടോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉച്ചതിരിഞ്ഞ് 2:15 നിവേദ്യം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നിയോഗം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.